ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു വടോളി മീനിൻ്റെ ബിരിയാണി അതുണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇതാണ് വടോളി മീൻ. അപ്പം എല്ലാം മുറിച്ച് മസാലയെല്ലാം പെരട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് സവാള ഞാൻ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഏലക്കായി, ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ അരിയാണിത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളവും ഉപ്പെല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിക്കുന്നുണ്ട് ഗൈസ്. പാലെടുപ്പത്ത് വെക്കുന്നുണ്ട്. പാന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഗൈസ്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെറും നെയ്യല്ല, ലേശം വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. കുറച്ച്, അധികം വേണ്ട, കുറച്ച്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കശുവണ്ടിയുണ്ട്, അതൊന്ന് വറുത്തിട്ടെടുക്കാം. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുത്ത് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള വഴന്ന് വരുമ്പം നമുക്ക് അത് വാങ്ങിയിട്ട് വെക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. നല്ല അടിപൊളിയായിട്ട് വഴന്ന് വരട്ടെ. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ മേലെ ഇടാൻ നല്ല തോന്ന് വരണമല്ലോ. ഇല്ലെങ്കിൽ അതൊരു ഭംഗിയുണ്ടാവില്ല. ഒന്നുമില്ല. കഴിക്കാനും രുചി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഒച്ച കുറവാണെന്ന് എല്ലാവരും പറയുന്ന കേൾക്കുന്നുണ്ട്. ഒന്ന് ക്ഷമിക്കണേ എല്ലാവരും. ഇത്രയേ ഒച്ചയുള്ളൂ. ഞാൻ പറയുന്നതിനും അതേ, ഇനി എൻ്റെ ഈ മൊബൈലിൻ്റെ തകരാറാണോ ഒന്നാന്ന് അറിയില്ല. ഒച്ച അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് സഹകരിക്കണേ. ഒച്ച കുറവാണെങ്കിലും ആരും എൻ്റെ വീഡിയോ കാണാണ്ടിരിക്കല്ലേ ഗൈസ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ. ഇതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഗൈസ്, ഇതാ എൻ്റെ ഉള്ളിയെല്ലാം ചുവന്ന് വന്നിട്ടുണ്ട്. ഞാനത് മാറ്റുന്നുണ്ട്, പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എല്ലാം മാറ്റി. ഇനി നമുക്ക് ഇതിലേക്ക് ഇനി എടുത്ത് വെച്ച വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളക്കട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് കാണാം.
ഞാൻ ഈ വെള്ളത്തിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിളക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു സ്മെല്ല് ഇതിൻ്റെ അകത്തേക്ക് വരുമല്ലോ. ഗൈസ്, ഞാൻ വെച്ച വെള്ളം തിളക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തു. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ അവിടുന്ന് അങ്ങനെ ആവട്ടെ. നല്ല റെഡിയായിട്ട് നമുക്കിനി കാണാം. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. എല്ലാം റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഗൈസ്, കണ്ടല്ലോ. അപ്പോൾ നമ്മളെ ബിരിയാണിയുടെ ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. സൂപ്പർ, നല്ല കണ്ടീഷനായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഇടേണ്ട സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഉള്ളി വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഇട്ട് കൊടുക്കാം. നമ്മളെ അണ്ടിപ്പരിപ്പ്, കശുവണ്ടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ പരിപാടി ഇതായി. ഇനി അടുത്തത് മീൻ ഫ്രൈ ചെയ്തത് മസാലയെല്ലാം ആക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ എല്ലാം കൂടിയാകുമ്പോൾ റെഡിയായല്ലോ നമ്മളെ പരിപാടി. അപ്പോൾ ചോറ് ഇവിടെ റെഡിയായി ഗൈസ്. ഇനി നമുക്ക് മീൻ ഫ്രൈ ആക്കിയതും കൂടി മസാല ചേർത്തിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, മീൻ ബിരിയാണിയിലേക്കുള്ള മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. മീനെല്ലാം മസാലയെല്ലാം ആക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിത് ഈ ബിരിയാണീൻ്റെ ചോറിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം നമുക്ക്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഇത് ഉണ്ട്. ഇതേ കുഞ്ഞിക്കാരടി ഒരടി തെറ്റുമ്പോൾ കൈ വന്നു കൂടെ വന്നു ഇതാ ഗൈസ് ബിരിയാണി. ഞാനിതാ ഇവിടെ മീനിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് ഗൈസ്. നമ്മളെ മസാലകളെല്ലാം പെരക്കിയ മീൻ ഇതാ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി. ഇവിടെ മസാലകളും ചേർത്തത് ഇവിടെ റെഡിയായിരിക്കുകയാണ്, കണ്ടല്ലോ. നല്ല സൂപ്പർ ടേസ്റ്റി മീൻ ബിരിയാണി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മീൻ ബിരിയാണി ആക്കിയത് മസാലകളെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ മസാലകളെല്ലാം നമ്മളെ ബിരിയാണിയിലേക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിച്ച് കണ്ടീഷൻ ആയിക്കോളും ഗൈസ്. നല്ല അടിപൊളിയായിട്ടുള്ള മീൻ ബിരിയാണി ഇവിടെ റെഡിയായി. വടോളി മീൻ ബിരിയാണി, അതാണ് ഇതിൻ്റെ പേര് ഗൈസ്. വടോളി മീൻ ബിരിയാണി ഇതാ ഇവിടെ നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്, ഉണ്ടല്ലോ. സൂപ്പർ ബിരിയാണിയാണ് ഗൈസ്.
ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് തൂക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് ഞാനൊന്ന് അടുപ്പ് കത്തിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് അടിയിലൊന്ന് പാകം വന്നോളും, മസാലകളെല്ലാം അതിലേക്ക് ചേർന്നിട്ട്. അപ്പോൾ ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതാ 1 മിനിറ്റ് കൊണ്ട് ഞാനിത് കാണിച്ചു തരാം. 1 മിനിറ്റ്. മല്ലിച്ചപ്പ് അതിൻ്റെ മേലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ബൈ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.